ഖംനായി വധിക്കപ്പെട്ടു എന്നുള്ളത് സ്ഥിരീകരിച്ചോ? വലിയ പ്രശ്നമുണ്ടോ? തിരിച്ചടി ഇപ്പോൾ ഉണ്ടാവുന്നതിന് ഞാൻ വില വെക്കണേയില്ല. നിങ്ങളെ കാഴ്ചയല്ല എൻ്റെ കാഴ്ച, അവിടെ രണ്ട് വ്യത്യാസമുണ്ട്. നിങ്ങൾ പറയണം, ഞാൻ പറഞ്ഞ രണ്ടാണ്. നിങ്ങൾ പറയണത് ഇപ്പോൾ തിരിച്ചടി ഇറാൻ തിരിച്ചടി ഉണ്ടാവുന്നു. ആ തിരിച്ചടി ഉണ്ടാകേണ്ടിരിക്കട്ടെ, അത് എന്നെ ബാധിക്കുന്ന പ്രശ്നേ അല്ല. അവിടെയാണ് നിങ്ങളുടെ ചിന്തയും എൻ്റെ ചിന്തയും തമ്മിലുള്ള വ്യത്യാസം. ഞാൻ പറയുന്നത്, നിങ്ങളിപ്പോൾ പറയുന്നത് ഇറാൻ ശക്തമായി തിരിച്ചടിക്കുന്നതല്ലേ, ഞാൻ അതിനെ വില വെക്കുന്നതല്ലേ. ഇറാൻ ഇപ്പോൾ ശക്തമായി തിരിച്ചടിക്കുമെന്ന് പറയുന്നതിന് ഞാൻ വില വെക്കുന്നേയില്ല. അതെനിക്കൊരു വിലയായിട്ടൊന്നുമില്ല. ഞാൻ യുദ്ധത്തിനൊരു വിലയും വെക്കുന്നില്ല. അത് ഇന്നത്തെ യുദ്ധമല്ല, എന്നത്തെ യുദ്ധത്തിന് എപ്പോഴും ഒരു പരിധി ഉണ്ടാവും. പക്ഷെ പ്രശ്നങ്ങൾക്ക് പരിധി ഉണ്ടാവില്ല. അവിടെയാണ് പ്രശ്നം. പകക്ക് പരിധി ഉണ്ടാവില്ല, യുദ്ധത്തിന് പരിധി ഉണ്ടാവും, പകക്ക് പരിധി ഉണ്ടാവില്ല. പറഞ്ഞത് മനസ്സിലായോ? അപ്പം നിങ്ങളുടെ ബാപ്പയെ ഇയാൾ ആക്ഷേപിച്ചത് സങ്കല്പിക്കുക. നിങ്ങൾ തമ്മിൽ മൽപ്പിടുത്തം കൂടിയപ്പോൾ നിങ്ങളെ ബാപ്പയെ അവൻ ആക്ഷേപിച്ചു. അപ്പം നിങ്ങൾ അവനെ അടിക്കാൻ ചെന്നപ്പോൾ അവന് ഓൻ്റെ ആളുകൾ കൂടി നിങ്ങൾ അടിച്ചു. തിരിച്ചടിക്കാൻ കഴിഞ്ഞില്ല, നിങ്ങൾ പുറകോട്ട് വന്നു. തീർന്നിട്ടില്ല. അവിടെ പ്രശ്നം. നിങ്ങളൊരു സന്ദർഭത്തിൽ തിരിച്ചടിക്കുന്നതിന് ഒരു പരിധി ഉണ്ടാവും, പക്ഷെ നിങ്ങളെ പകക്ക് പരിധി ഉണ്ടാവില്ല. കാരണം നിങ്ങളെ ബാപ്പ എന്നുള്ളത് നിങ്ങളെ ആത്മാവിൻ്റെ ഏറ്റവും വലിയ ആളാണ്. നിങ്ങൾ ബാപ്പാൻ ആക്ഷേപിച്ചാൽ നിങ്ങളെ പകക്ക് പരിധിയില്ല, നിങ്ങളുടെ അടിക്ക് പരിധിയുണ്ട്. അവൻ്റെ ആളുകളും ശക്തരാണെങ്കിൽ നിങ്ങൾക്ക് തിരിച്ചടിക്കാൻ കഴിയില്ല. പക്ഷെ അവസാനിക്കൂല, പക അവസാനിക്കൂല. ഇവിടെ പകയാണ് ഇവർക്ക് ആവശ്യം, അടിയല്ല. നിങ്ങൾക്ക് അന്ത കമ്മിയാണ്. അതുകൊണ്ടാണ് ഞാനിപ്പം ഈ വിവരം എൻ്റെ അടുത്ത് ഇന്ന് വെളുപ്പിനില്ലാത്തത് കൊണ്ടല്ല. കാരണം അമേരിക്ക ചിലപ്പോൾ പ്രൊപ്പഗണ്ട പടച്ചുവിടും. ഇറാൻ സ്ഥിരീകരിച്ചാൽ ഓക്കെ, കാരണം സ്ഥിരീകരിക്കേണ്ടി വരും. മരിച്ചിട്ടുണ്ടെങ്കിൽ സ്ഥിരീകരിക്കേണ്ടി വരും, എന്നല്ലെങ്കിൽ നാളെ പുറത്തു വരും. ഇപ്പൊ ഞാനിവിടെ പറഞ്ഞുകൊണ്ടുവന്നത് അങ്ങനെ സ്ഥിരീകരിച്ചിട്ടുണ്ടെങ്കിൽ അപ്പൊ നിങ്ങൾ പറഞ്ഞല്ലോ സ്ഥിരീകരിച്ചു, വലിയ പ്രശ്നം ഉണ്ടാവും. എന്തുകൊണ്ട്? അവരെ സംബന്ധിച്ചിടത്തോളം വേറുള്ള വിഭാഗത്തെ പോലെയല്ല. ഇപ്പൊ സുന്നികൾക്കൊരു ആത്മീയ നേതാവില്ല. സുന്നികൾക്കൊരു പണ്ഡിതന്മാരുണ്ട്, അത്രേ ഉള്ളൂ. എന്തില്ല? ഒരു ആത്മീയ നേതാവില്ല. പറഞ്ഞത് അങ്ങനെ തന്നെ പാലിച്ചു. അങ്ങനത്തെ നേതാവ് സുന്നികൾക്കില്ല. ഷിയാക്കൾക്ക് ആത്മീയ നേതാവുണ്ട്, അയാൾ പറഞ്ഞാണ് അവസാന വാക്ക്. ഉദാഹരണം പറയാം, കാത്തലിക് ക്രിസ്ത്യാനികൾക്ക് ഒരു ആത്മീയ നേതാവുണ്ട്. അതാരാ? പോപ്പൊരു കാര്യം പറഞ്ഞാൽ അതാ നിയമം. അപ്പൊ പോപ്പിനൊരു ക്ഷതം പറ്റാന്ന് പറഞ്ഞാൽ കാത്തലിക് ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം അവർ മരിക്കുന്നതിനേക്കാൾ അവർക്ക് വേദന പോപ്പിനൊരു ക്ഷതം പറ്റലായിരിക്കും, അവർ യഥാർത്ഥ ക്രിസ്ത്യാനികളാണെങ്കിൽ. കാരണം അത് അവരുടെ ആരാണ്? രാഷ്ട്രീയ നേതാവ് മാത്രമല്ല, അവർ എന്താണ്? വത്തിക്കാൻ സിറ്റിയിലെ രാഷ്ട്രീയ നേതാവ് മാത്രമല്ല പോപ്പ് ആരാണ്? അവരുടെ റിലീജിയസ് സ്കോളറാണ്, അവരുടെ സുപ്രീം കമാൻഡറാണ്, റിലീജിയസ് കമാൻഡറാണ്, സുപ്രീം കമാൻഡറാണ്. അങ്ങനെ സുന്നികൾക്ക് നേതാവില്ല. അതിലെതിരഭിപ്രായം. പക്ഷെ അതേസമയം ഷിയാക്കൾക്ക് ഏത് കാലത്തും ആരുണ്ട്? അത് പ്രശ്നമാണ്. ആത്മനേതാവിന് എന്തെങ്കിലും സംഭവിക്കാറിഞ്ഞാൽ പക അവസാനിക്കില്ല പക. അത് പ്രശ്നമാണ്. ഈ പ്രശ്നം യുദ്ധം ചെയ്ത് ഇനി അമേരിക്കക്ക് ഇറാനോട് ശത്രുതയുണ്ടെങ്കിൽ, ഇസ്രായേലിനുണ്ടെങ്കിൽ, ഇത് യുദ്ധം ചെയ്ത് തീർക്കാൻ ഒരു രാജ്യത്തോട് തർക്കം പ്രശ്നം ഉണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം? യുദ്ധം ചെയ്ത് ഒതുക്കാം. എന്നിട്ട് അവസാനം എന്ത് ചെയ്യാം? വിഷയങ്ങൾ പറഞ്ഞു തീർക്കാം. അല്ലെങ്കിൽ മൂന്നാമത്തെ ഒരു കക്ഷി, ഇവിടെ ഒരു സാധനം ഉണ്ടല്ലോ, UN, മനസ്സിലായില്ല? ഇവിടെ യുണൈറ്റഡ് നേഷൻസ് എന്നൊരു സാധനം ഇവിടെ ഉണ്ടല്ലോ. അവർക്കിടയിൽ ആ കാര്യം പറഞ്ഞു തീർക്കാം. അല്ലെങ്കിൽ യുദ്ധം നിർത്തിയിട്ട് പിന്നെയും മുന്നോട്ട് പോകാം. കൊല്ലങ്ങൾ എത്ര യുദ്ധം നടന്ന സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതേ സമയത്ത് ആ രാജ്യത്തിന്റെ പരമാധികാരിയും ആത്മീയ നേതാവിനെയും കൊന്നു കഴിഞ്ഞാൽ അത് പ്രശ്നം, അത് അവിടെ അവസാനിക്കൂല. ആ പ്രശ്നം അവസാനിക്കുന്നില്ല. ആ പ്രശ്നം അവസാനിക്കില്ല. ആ പക അവസാനിക്കൂല. നൂറ്റാണ്ടുകൾ കഴിഞ്ഞാൽ അവസാനിക്കൂല. ഈ പ്രശ്നത്തിന് ഇനിയിപ്പോ ഈ പ്രശ്നം ഇതിന് സൗകര്യം മുഴുവനും പേർഷ്യൻ അറേബ്യൻ രാജ്യങ്ങളിലുള്ള മിലിറ്ററി ബേസുകൾ, അവർക്ക് അമേരിക്കക്ക് എല്ലാവിധ സൗകര്യങ്ങൾ ചെയ്തു മിലിറ്ററി ബേസുകളാണ് ഗൾഫ് രാജ്യങ്ങളിലുള്ളത്. അപ്പോൾ ആ ശത്രുത നേരെ ആരോടാണ്? ഇവർക്ക് പക ആരോട് വരും? ഈ രാജ്യങ്ങളോട്.
ഇസ്രായേലും ഇവരും തമ്മിലുള്ള ഉഭയപക്ഷ മുസ്ലിം രാജ്യ നേതാക്കന്മാർ ഇസ്രായേലും തമ്മിൽ അതിശക്തമായ ബന്ധം നിലനിൽക്കുന്നുണ്ട് എന്നത് ഇപ്പോൾ എഫ്സ്റ്റീൻ ഫയൽസ് പുറത്തു വന്നപ്പോൾ വരെ ദൃഢമായി ലോകത്തിന്. അപ്പോൾ ഇസ്രായേലും അമേരിക്കയും അറബ് നേതാക്കന്മാരും ഒറ്റക്കെട്ടാണ്. സുന്നികൾ അത് തൽക്കാലം ഉണ്ടാക്കും. അതേസമയത്ത് ശിഷ്യാക്കൾക്ക് ഇതോടുകൂടെ എന്ത് വരും? നേരത്തെ തന്നെ പക ഇരട്ടിക്കുന്നു പറഞ്ഞാൽ തീരൂല. ഈ ദുരന്തം മുഴുവനും ഗൾഫ് അനുഭവിക്കണം. അമേരിക്ക ഇത് ബാധിക്കൂല, അമേരിക്ക ഇത് ബാധിക്കേയില്ല. അമേരിക്കക്ക് ഇത് ലാഭമാണ്. എന്തുകൊണ്ട്? ഇവിടെ ശത്രുത സ്ഥിരമാക്കിയിട്ടാൽ, അതായത് മുസ്ലിങ്ങൾക്കിടയിലുള്ള ശത്രുത, നമ്മൾ രണ്ട് വിഭാഗം, നമ്മൾ സുന്നികളും അവർ ഷിയാക്കളുമാണ്. അപ്പോൾ ഇത് തമ്മിലൊരു അഭിപ്രായ വ്യത്യാസം സ്വാഭാവികമായി ഉണ്ട്. പക്ഷെ അതേ സമയത്ത് നമ്മൾക്ക് തീർത്താ തീരാത്തൊരു പക നമ്മൾ അസ്ഥിവാരം ഇട്ടാൽ അതൊരു പ്രശ്നമായിരിക്കും. ആ പ്രശ്നം തീർക്കാൻ കഴിയില്ല. സദ്ദാം ഹുസൈനെ കൊല്ലുമ്പോൾ പോലെയല്ല അലി ഖംനായെ കൊല്ലുന്നത്. അഹമ്മദ് നജാദിയെ കൊല്ലും പോലെയല്ല. അഹമ്മദ് നജാദി ഇറാന്റെ പ്രസിഡന്റ് ആയിരുന്നു. ആരല്ല, ആത്മീയതാവല്ല. ഇത് പ്രശ്നം ചെറുതല്ല, ഭയങ്കര പ്രശ്നം. ഇപ്പൊ ഞാനിവിടെ പറഞ്ഞുകൊണ്ടുവന്നത് അങ്ങനെ സ്ഥിരീകരിച്ചിട്ടുണ്ടെങ്കിൽ അപ്പൊ നിങ്ങൾ പറഞ്ഞല്ലോ സ്ഥിരീകരിച്ചു, വലിയ പ്രശ്നം ഉണ്ടാവും. എന്തുകൊണ്ട്? അവരെ സംബന്ധിച്ചിടത്തോളം വേറുള്ള വിഭാഗത്തെ പോലെയല്ല. ഇപ്പൊ സുന്നികൾക്കൊരു ആത്മീയ നേതാവില്ല. സുന്നികൾക്കൊരു ആത്മീയ നേതാവില്ലല്ലോ. പണ്ഡിതന്മാരുണ്ട്, അത്രേ ഉള്ളൂ. എന്തില്ല? ഒരു ആത്മീയ നേതാവില്ല. പറഞ്ഞത് അങ്ങനെ തന്നെ പാലിച്ചു. അങ്ങനത്തെ നേതാവ് സുന്നികൾക്കില്ല. ഷിയാക്കൾക്ക് ആത്മീയ നേതാവുണ്ട്. അയാൾ പറഞ്ഞാണ് അവസാന വാക്ക്. ഉദാഹരണം പറയാം, കാത്തലിക്സ് ക്രിസ്ത്യാനികൾക്ക് ഒരു ആത്മീയ നേതാവുണ്ട്. അതാരാ? പോപ്പൊരു കാര്യം പറഞ്ഞാൽ അതാ നിയമം. അപ്പൊ പോപ്പിനൊരു ക്ഷതം പറ്റാന്ന് പറഞ്ഞാൽ കാത്തലിക് ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം അവർ മരിക്കുന്നതിനേക്കാൾ അവർക്ക് വേദന പോപ്പിനൊരു ക്ഷതം പറ്റലായിരിക്കും, അവർ യഥാർത്ഥ ക്രിസ്ത്യാനികളാണെങ്കിൽ. കാരണം അത് അവരുടെ ആരാണ്? രാഷ്ട്രീയ നേതാവ് മാത്രമല്ല, അവരെ എന്താണ്, വത്തിക്കാൻ സിറ്റിയിലെ രാഷ്ട്രീയ നേതാവ് മാത്രമല്ല പോപ്പ് ആരാണ്? അവരുടെ റിലീജിയസ് സ്കോളറാണ്, അവരുടെ സുപ്രീം കമാൻഡറാണ്, റിലീജിയസ് കമാൻഡറാണ്, സുപ്രീം കമാൻഡറാണ്. അങ്ങനെ സുന്നികൾക്ക് നേതാവില്ല. അതിലെതിരഭിപ്രായം ഉണ്ടായിരുന്നു. പക്ഷെ അതേസമയം ഷിയാക്കൾക്ക് ഏത് കാലത്തും ആരുണ്ട്? അത് പ്രശ്നമാണ്. ആത്മനേതാവിന് എന്തെങ്കിലും സംഭവിക്കാൽ പാക അവസാനിക്കില്ല പാക. അത് പ്രശ്നമാണ്. ഈ പ്രശ്നം യുദ്ധം ചെയ്ത് ഇനി അമേരിക്കക്ക് ഇറാനോട് ശത്രുതയുണ്ടെങ്കിൽ, ഇസ്രായേലിനുണ്ടെങ്കിൽ, ഇത് യുദ്ധം ചെയ്ത് തീർക്കാൻ ഒരു രാജ്യത്തോട് തർക്കം പ്രശ്നം ഉണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം? യുദ്ധം ചെയ്ത് ഒതുക്കാം. എന്നിട്ട് അവസാനം എന്ത് ചെയ്യാം? വിഷയങ്ങൾ പറഞ്ഞു തീർക്കാം. അല്ലെങ്കിൽ മൂന്നാമത്തെ ഒരു കക്ഷി, ഇവിടെ ഒരു സാധനം ഉണ്ടല്ലോ, UN, മനസ്സിലായില്ല? ഇവിടെ യുണൈറ്റഡ് നേഷൻസ് എന്നൊരു സാധനം ഇവിടെ ഉണ്ടല്ലോ. അവർക്കിടയിൽ ആ കാര്യം പറഞ്ഞു തീർക്കാം. അല്ലെങ്കിൽ യുദ്ധം നിർത്തിയിട്ട് പിന്നെയും മുന്നോട്ട് പോകാം. കൊല്ലങ്ങൾ എത്ര യുദ്ധം നടന്ന സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതേ സമയത്ത് ആ രാജ്യത്തിന്റെ പരമാധികാരിയും ആത്മീയ നേതാവിനെയും കൊന്നു കഴിഞ്ഞാൽ അത് പ്രശ്നം, അത് അവിടെ അവസാനിക്കൂല. ആ പ്രശ്നം അവസാനിക്കുന്നില്ല. ആ പ്രശ്നം അവസാനിക്കില്ല. ആ പക അവസാനിക്കൂല. നൂറ്റാണ്ടുകൾ കഴിഞ്ഞാൽ അവസാനിക്കൂല. ഈ പ്രശ്നത്തിന് ഇനിയിപ്പോ ഇതിന് സൗകര്യം മുഴുവനും പേർഷ്യൻ അറേബ്യൻ രാജ്യങ്ങളിലുള്ള മിലിറ്ററി ബേസുകൾ, അവർക്ക് അമേരിക്കക്ക് എല്ലാവിധ സൗകര്യങ്ങൾ ചെയ്തു മിലിറ്ററി ബേസുകളാണ് ഗൾഫ് രാജ്യങ്ങളിലുള്ളത്. അപ്പോൾ ആ ശത്രുത നേരെ ആരോടാണ്? ഇവർക്ക് പക ആരോട് വരും? ഈ രാജ്യങ്ങളോട്. ഇസ്രായേലും ഇവരും തമ്മിലുള്ള ഉഭയപക്ഷ മുസ്ലിം രാജ്യ നേതാക്കന്മാർ ഇസ്രായേലും തമ്മിൽ അതിശക്തമായ ബന്ധം നിലനിൽക്കുന്നുണ്ട് എന്നത് ഇപ്പോൾ എഫ്സ്റ്റീൻ ഫയൽസ് പുറത്തു വന്നപ്പോൾ വരെ ദൃഢമായി ലോകത്തിന്. അപ്പോൾ ഇസ്രായേലും അമേരിക്കയും അറബ് നേതാക്കന്മാരും ഒറ്റക്കെട്ടാണ്. സുന്നികൾ അത് തൽക്കാലം ഉണ്ടാക്കും. അതേസമയത്ത് ശിഷ്യാക്കൾക്ക് ഇതോടുകൂടെ എന്ത് വരും? നേരത്തെ തന്നെ പക ഇരട്ടിക്കുന്നു പറഞ്ഞാൽ തീരൂല. ഈ ദുരന്തം മുഴുവനും ഗൾഫ് അനുഭവിക്കണം. അമേരിക്ക ഇത് ബാധിക്കൂല, അമേരിക്ക ഇത് ബാധിക്കേയില്ല. അമേരിക്കക്ക് ഇത് ലാഭമാണ്. എന്തുകൊണ്ട്? ഇവിടെ ശത്രുത സ്ഥിരമാക്കിയിട്ടാൽ, അതായത് മുസ്ലിങ്ങൾക്കിടയിലുള്ള ശത്രുത, നമ്മൾ രണ്ട് വിഭാഗം, നമ്മൾ സുന്നികളും അവർ ഷിയാക്കളുമാണ്. അപ്പോൾ ഇത് തമ്മിലൊരു അഭിപ്രായ വ്യത്യാസം സ്വാഭാവികമായി ഉണ്ട്. പക്ഷെ അതേ സമയത്ത് നമ്മൾക്ക് തീർത്താ തീരാത്തൊരു പക നമ്മൾ അസ്ഥിവാരം ഇട്ടാൽ അതൊരു പ്രശ്നമായിരിക്കും. ആ പ്രശ്നം തീർക്കാൻ കഴിയില്ല.
സദ്ദാം ഹുസൈനെ കൊല്ലുമ്പോൾ പോലെയല്ല അലി ഖംനായെ കൊല്ലുന്നത്. അഹമ്മദ് നജാദിയെ കൊല്ലും പോലെയല്ല. അഹമ്മദ് നജാദി ഇറാന്റെ പ്രസിഡന്റ് ആയിരുന്നു, ആരല്ല, ആത്മീയതാവല്ല. ഇത് പ്രശ്നം ചെറുതല്ല, ഭയങ്കര പ്രശ്നം.